ഈയിടെയായി ചില വർഗീയ പിന്തിരിപ്പന്മാർ സോഷ്യൽ മീഡിയയിൽ വന്ന് അള്ളാഹുവിനെ അധിക്ഷേപിക്കുന്നതും തെറി വിളിക്കുന്നതുമൊക്കെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. തനി വിവരക്കേട് കൊണ്ടാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേക ദൈവമാണ് എന്നാണ് ഇവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഹിന്ദുക്കൾ ശ്രീകൃഷ്ണൻ എന്ന് വിളിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ യേശു എന്ന് വിളിക്കുന്നത് പോലെയോ അല്ല മുസ്ലിങ്ങൾ അള്ളാഹു എന്ന് വിളിക്കുന്നത്. അള്ളാഹു മുഹമ്മദ് നബി പരിചയപ്പെടുത്തി കൊടുത്ത ഒരു ദൈവമല്ല. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്തുള്ള അറബികളൊക്കെ ദൈവത്തെ അള്ളാഹു എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. മാത്രമല്ല ഹിന്ദുക്കളുടെ വേദഗ്രന്ഥമായ കേനോപനിഷത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ഒന്ന് കേട്ടു നോക്കുക. യച്ചക്ഷുഷാന പശ്യതി യേന ചക്ഷുംഷി പശ്യന്തി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിദമുപാസതേ. എന്താണ് ഈ പറഞ്ഞത്? കണ്ണുകൾക്ക് കാണുവാൻ കഴിവ് കൊടുത്തതും എന്നാൽ കണ്ണുകളെ കൊണ്ട് കാണാൻ സാധിക്കാത്തതുമായ ഒരു ശക്തിയാണ് ദൈവം. ആ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് എന്നാണ് കേനോപനിഷത്ത് പഠിപ്പിക്കുന്നത്. കേനോപനിഷത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവിർഭാവത്തിന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അവതരിച്ചതാണ്. ഇതൊരു ശ്രുതിയാണ്. ഇതാരാണ് എഴുതിയതെന്നൊന്നും വ്യക്തമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേ കാര്യം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നത്. ലാ തുദ്രിക്കുൽ അബ്സാറു വഹുവ യുദ്രിക്കുൽ അബ്സാറ വഹുവൽ ലത്തീഫുൽ ഖബീർ. കണ്ണുകൾക്ക് ഗ്രാഹ്യമല്ലാത്തതും എന്നാൽ കണ്ണുകളെ അതിസൂക്ഷ്മമായി ഗ്രഹിക്കാൻ പറ്റുന്നതും അതിസൂക്ഷ്മജ്ഞാനമുള്ളതുമായ ശക്തിയെയാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അതായത് ഇവിടെ കേനോപനിഷത്ത് പഠിപ്പിച്ച ദൈവവും ഖുർആൻ പരിചയപ്പെടുത്തിയ ദൈവവും ഒന്ന് തന്നെയാണ്. കേനോപനിഷത്തിൽ അള്ളാഹു എന്ന് പേര് പറഞ്ഞിട്ടില്ല എങ്കിലും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കുന്ന സഹോദരന്മാരോടൊക്കെ പറയുവാനുള്ളത്, അള്ളാഹു എന്നത് കേവലം മുസ്ലിങ്ങളുടെ ദൈവമല്ല, ഈ ലോകത്തെ പരിപാലിക്കുന്ന ഒരു ശക്തിയാണ് അള്ളാഹു എന്ന് വിളിക്കുന്നത്. ഇനി ക്രിസ്ത്യാനികൾ, അറബികളായ ക്രിസ്ത്യാനികളും അള്ളാഹു എന്ന് തന്നെയാണ് ദൈവത്തെ അഭിസംബോധന ചെയ്തത്. ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്കുക. ستنغلبنا أيضا لأن الله معنا. أي رأي افتكرتم به يلاشي الرب لأن الله معنا. أي قول قلتموه لا يثبت فيكم لأن الله معنا. خوفكم فلا نطلب. അറബ് രാജ്യത്തെ ക്രിസ്ത്യാനികൾ നടത്തുന്ന കൂട്ടപ്രാർത്ഥനയാണ് ഈ കേട്ടത്. ഇതിൽ വളരെ വ്യക്തമായി പറയുന്നത് അന്നല്ലാഹ മഅന, അതായത് ഗോഡ് ഈസ് വിത്ത് അസ്, ദൈവം നമ്മോടൊപ്പമുണ്ട്, അതുകൊണ്ട് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല എന്ന പ്രാർത്ഥനയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗോഡ് എന്നതിന് തുല്യമായ പദമായിട്ടാണ് അള്ളാഹു എന്ന് ക്രിസ്ത്യാനികളും വിശേഷിപ്പിക്കുന്നത്. ഇനി അറബ് രാജ്യത്ത് അറബി നാഷണാലിറ്റിയുള്ള ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ അവരും ദൈവത്തെ അള്ളാഹു എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുക.
യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു എന്നത് മുസ്ലിങ്ങളുടെ മാത്രം ദൈവമല്ല. അള്ളാഹു എന്ന് കേൾക്കുമ്പോൾ ആർക്കും തന്നെ അലർജി ഉണ്ടാവേണ്ട ആവശ്യവുമില്ല. ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒരു വിഷയമാണ്, അടുത്തിടെ ലണ്ടനിൽ പോയി മണ്ട സർട്ടിഫിക്കറ്റ് വാങ്ങി വന്ന ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളിച്ച് കണ്ടു, നിങ്ങൾക്ക് ബാങ്ക് മലയാളത്തിൽ കൊടുക്കാൻ ധൈര്യമുണ്ടോ എന്ന്. ബാങ്കിൽ എല്ലാ സ്ഥലത്തും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നുണ്ട്. അള്ളാഹുവിനെ പ്രകീർത്തിച്ചാൽ അത് മുസ്ലിങ്ങളുടെ മാത്രം ദൈവത്തെ പ്രകീർത്തിക്കുന്നതായി മാറുമെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇയാൾ ഇങ്ങനെ പറയുന്നത്. അല്പജ്ഞാനം പോലും ഇസ്ലാം മതത്തെക്കുറിച്ച് ഇല്ലാത്ത ഇയാളൊക്കെ ഇസ്ലാം മതത്തെ വിമർശിക്കാൻ നടക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ആലോചിച്ചാൽ മനസ്സിലാവുന്നില്ല. മാത്രമല്ല, ബാങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങളെല്ലാവരും ഇങ്ങനെ വിശ്വസിക്കണമെന്നല്ല പറയുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലാതെ നിങ്ങൾ സാക്ഷ്യം വഹിക്കണം, നിങ്ങൾ അള്ളാഹു ഏകനാണെന്ന് സാക്ഷ്യം വഹിക്കണമെന്ന് മുസ്ലിങ്ങൾ മൈക്കേട്ടി പറയുന്നില്ല. എൻ്റെ വിശ്വാസത്തെ ഞാൻ പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെ ലണ്ടനിലെ മണ്ടൻ അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത് മൈക്ക് കെട്ടിയിട്ട് മുസ്ലിങ്ങൾ എല്ലാവരോടും അള്ളാഹുവിൽ വിശ്വസിക്കണമെന്ന് പറയുകയാണ് എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് ഇദ്ദേഹം ബാങ്ക് മലയാളത്തിൽ കൊടുക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത്. അള്ളാഹു എന്നുള്ള സ്ഥലത്ത് ഗോഡ് എന്ന് അർത്ഥം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ വിഷയത്തിലുള്ള തെറ്റിദ്ധാരണ മാറും. അവസാനമായി പറയാനുള്ളത്, അള്ളാഹു എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രം ഈ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ഒരു ദൈവത്തിൻ്റെ പേരല്ല. അത് മുസ്ലിങ്ങളുടെ മാത്രം സൃഷ്ടാവുമല്ല. ബൈബിളിലും അതുപോലെ തന്നെ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലുമൊക്കെ പഠിപ്പിക്കപ്പെട്ട ആ ദൈവം തന്നെയാണ് അള്ളാഹു. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലും മറ്റും വന്ന് മതത്തെക്കുറിച്ചുള്ള അജ്ഞത മൂലം അള്ളാഹുവിനെ തെറി പറയുകയും അതുപോലെ അള്ളാഹുവിനെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നവർ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ വേദഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട അതേ ദൈവത്തെ തന്നെയാണ് നിങ്ങൾ അധിക്ഷേപിക്കുന്നത് എന്നുള്ളതാണ്.